എടാ മോനെ, ഒന്ന് സൂരജിനെ വിളിച്ചേടാ. എന്താ അവനെ കാണാത്ത? അവൻ എവിടെ പോയി? ആ ദിവസങ്ങളൊക്കെ പോയി അമ്മേ. നിങ്ങൾ വിചാരിച്ച ഉടനെ പ്രത്യക്ഷപ്പെടുന്ന സൂരജ് ഒന്നും ഇപ്പൊ ഇല്ല. ഇനി അവന്റെ കള്ള ബ്രഹ്മചാര്യം കൊണ്ട് അവൻ എവിടെയും കാണാൻ കിട്ടില്ല. ഞാൻ വന്നല്ലോ അമ്മായി. അപ്പൊ സൂരജും വൈകാതെ വന്നോളൂ. ഓ എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നീയെങ്കിലും ഉണ്ടല്ലോ. സിന്ദൂരോ? ഇതെങ്ങനെയാ വന്നത്? ഇനിയിപ്പൊ സൂരജ് എങ്ങാനും അവന്റെ ബ്രഹ്മചാരി വ്രതം വേണ്ടാന്നെങ്ങാനും വെച്ചോ? എന്നിട്ടാണോ നിന്നെ കുങ്കുമം അണിയിച്ചത്? ആ ബ്രഹ്മചാരിയെ ആഗ്രഹിച്ചതുപോലെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനൊരു വിധിയൊക്കെ വേണോ അമ്മായി? ഒന്നുമില്ല, ഞാൻ വരുന്ന വഴിക്കൊന്ന് അമ്പലത്തിൽ കയറിയിരുന്നു. അവിടെ വെച്ച് നെറ്റിയിൽ തടവിയപ്പോ അബദ്ധത്തിൽ സിന്ദൂരം പറ്റിയതായിരിക്കും. അങ്ങനെയാണെങ്കിലേ അത് ഭഗവതി തന്ന സൂചനയായിരിക്കും. എന്നാലേ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ സിന്ദൂര രേഖയിൽ സൂരജ് തന്നെ സിന്ദൂരം തൊടിക്കും. അമ്മായി ഇങ്ങനെ ആശുപത്രിയിലല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞേന്. സൂരജ് നമ്മളെല്ലാരും ചതച്ച കാര്യം ഞാൻ പറയുന്നില്ല. വെള്ളം വെള്ളം ഇതാ മോളെ. ഏട്ടാ, ഇതിലെന്താ? നമ്മുടെ പൈപ്പിലെ വെള്ളം കുടിച്ച് ഇവൾക്ക് ശീലം ഉണ്ടാവില്ലല്ലോ. ഇനി ചിലപ്പോ വല്ല അസുഖം പിടിച്ചാലോ? ഇത്രയും വില കൂടിയ വെള്ളോ? അതും ഒരു പെട്ടി നിറയെ. भी मेरी तरह ना कहीं से मैं तेरी तरह मिलके भी दोनों हैं अजनबी कैसी है ये दास्तां तू कहाँ मैं कहाँ तू അപ്പൊ ഇതുകൊണ്ടാ ഏട്ടത്തി രാവിലെ കൊടുത്ത വെള്ളം കുടിക്കാതിരുന്നേ? ഇത്ര ചെറിയ കാര്യം എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലാകാത്തത് വേറൊരു കാര്യ. ഈ ഇഷ വീട്ടിൽ വന്നത് മുതൽ സൂര്യചേട്ടന് ഭയങ്കര മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതായത് 1 2 3 4 ഈ കുപ്പികളുടെ കണക്കെടുത്ത് നോക്കിയാ 24 കുപ്പികളും കൂടി 240 രൂപയായി. പിന്നെ കൊണ്ടുവരാനുള്ള ഓട്ടോ കൂലിയും കൂടെ നോക്കിയാ 340 രൂപയോ? ഒരാവശ്യമില്ലാതെ 340 രൂപ വെറുതെ വെള്ളത്തിനു വേണ്ടി കളയിപ്പിച്ചു രാറ്റി. ഇവൾക്ക് വേണ്ടി ഉണ്ടാവുന്ന ചെലവുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതാ നല്ലത്. ആദ്യമായിട്ടാ അമ്മയില്ലാഞ്ഞിട്ട് എനിക്ക് കുറച്ച് വിഷമം തോന്നുന്നത്. ഇവിടെ നടക്കുന്ന ഈ കൂത്തുകളെല്ലാം തന്നെ അമ്മയോട് എത്രയും പെട്ടെന്ന് പറയണം. പക്ഷെ എങ്ങനെ പോയി പറയും? ഹോസ്പിറ്റലിലാണെങ്കിൽ ഏത് സമയത്തും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പം ആരെങ്കിലും ഒരാള് ഇതൊക്കെ അറിഞ്ഞാലോ? അമ്മയോടെല്ലാം ഞാനാ പറഞ്ഞെന്നും പറഞ്ഞ് ഇവരൊക്കെ കൂടെ എന്റെ തല എടുക്കും. ഗ്ലാസ്സിന് നല്ല ചൂടുണ്ടല്ലോ. ഇനി പനി വല്ലതും ഉണ്ടോ?
കാവ്യ നീ ഒന്നിങ്ങോട്ട് വന്നേ, ഇവൾക്ക് പനിയുണ്ടോ നോക്കിയേ. ദേഹത്ത് നല്ല ചൂടുണ്ടേട്ടാ. അയ്യോ, നീ ഇത് ഒന്ന് നെറ്റിയിൽ വെച്ചു കൊടുക്ക്, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. ഈശ്വര, ഇവരുടെ പനി ഒട്ടും കുറയുന്നില്ലല്ലോ. കാവ്യ ദാ ഇത് കൊടുക്ക്, ഡോക്ടർ വരുന്ന സമയത്ത് വരട്ടെ. അതുവരേക്കും ഇത് കൊടുക്ക്, മിക്കവാറും പനി ഉടനെ കുറയും. ഏട്ടത്തി, പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവുമല്ലേ? അതുപോലെ ഇഷയ്ക്കും ഉണ്ടായി കാണില്ലേ? പക്ഷെ അച്ഛനെ അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ച രീതി വെച്ച് നോക്കുമ്പോൾ അത് അവൾക്ക് ഒരു ദുസ്വപ്നമായി മാറാനേ സാധ്യതയുള്ളൂ. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്നലെ രാത്രി ആ പാവം അവിടെ എങ്ങനെ താമസിച്ചിട്ടുണ്ടാവും? അവിടെ ആരോടും സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ആരോടും വിഷമങ്ങൾ പറയാൻ പറ്റുന്നുണ്ടാവില്ല. പോരാത്തിന് അച്ഛൻ അവളുടെ ഫോണിലെത്തുന്ന പോലും സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ട് നമുക്കും അവളെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ വീട്ടില് അവൾ എന്തോ ഒരു സന്തോഷത്തോടെ കഴിഞ്ഞത്. പക്ഷെ ഇപ്പൊ അവളുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. ചേട്ടത്തി, അവളോടൊന്ന് സംസാരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാവില്ലേ? സരള ചേച്ചിയോട് സംസാരിക്കാൻ പറ്റുമല്ലോ. എന്താ വിളിച്ചു നോക്ക. ഈശോയുടെ കാര്യം അവർക്ക് അറിയാതിരിക്കില്ലല്ലോ. മരുമോളെ, ദാ വരുന്നു, ഇപ്പൊ വരാം. ഡോക്ടറെ, ഈ കുട്ടിയുടെ പനി എന്താ കുറയത്തെ? അത് കുറച്ച് സ്ട്രെസ് കൂടുതലായതുകൊണ്ട് ശരീരത്തിൽ മുഴുവൻ കുറച്ച് റാഷസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഫാമിലി ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ള മരുന്ന് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആൻഡ് പ്ലീസ്, വേറെ മരുന്ന് കൊടുത്താൽ ശരിയാവില്ല. ചിലപ്പോൾ റിയാക്ഷൻസ് ഉണ്ടായാലോ. ഞാൻ വരട്ടെ? താങ്ക് യു. ശരി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിക്കുക. പറയൂ സൂരജ്. സർ, ഇഷ മാഡം നല്ല സുഖമില്ലാതെ ഇരിക്കുക. ശരീരത്തിൽ അവിടെ ആയിട്ട് ചുവന്ന പാടുകൾ വന്നിട്ടുണ്ട്. പിന്നെ നല്ല പനിയുണ്ട്. സാധാരണ കൊടുക്കുന്ന മരുന്ന് ഏതാണെന്ന് അറിയണമായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഡോക്ടറും പറഞ്ഞത് അതേ മരുന്ന് തന്നെ കൊടുക്കണമെന്നാ. ആ കുട്ടിയുണ്ടല്ലോ, എന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞിട്ട് എന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിച്ചതാണ്. ഞാൻ അവളെ തന്നെ മറക്കാൻ ശ്രമിക്കുക. ഇനി അവളുടെ സുഖമോ അസുഖമോ സന്തോഷമോ സങ്കടമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ഗുലാബ് സിംഗിന്റെ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിച്ചാൽ എന്തു സംഭവിക്കുമെന്ന് അവളും മനസ്സിലാക്കട്ടെ, അനുഭവത്തിൽ കൂടെ പഠിക്കട്ടെ. ഹലോ സർ, ഹലോ. ഇങ്ങനെ ഒരു അച്ഛനെ ശത്രുക്കൾക്ക് പോലും കിട്ടാതിരിക്കട്ടെ. അയാളുടെ മോൾ ഇവിടെ കിടന്ന് വിഷമിക്കുക. പക്ഷെ അയാൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ചേട്ടത്തി, എന്ത് ചെയ്തിട്ടാലും ആ മരുന്നിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. അതെ, ഒരു കാര്യം ചെയ്തല്ലോ, നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോയാലോ? അതേനെ, വരൂ. ഇവിടെ എന്താ പരിപാടി? ഇഷയുടെ അനുഭവം നിങ്ങൾ കണ്ടാണല്ലോ. ഇനി ഒരു കാരണവശാലും അച്ഛനെ എതിർക്കാൻ ശ്രമിക്കരുത്. നിന്റെ ചേട്ടൻ നൽകി പറയാം. അല്ലെങ്കിൽ തന്നെ നിന്റെ കാര്യത്തിൽ അച്ഛൻ ഡിസപ്പോയിന്റഡാ. ഇനിയിപ്പോ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നീയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വരും. ഈ വീട്ടിൽ അച്ഛൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നടക്കൂ. അത് ഓർമ്മ വയ്ക്ക, സൂക്ഷിച്ചു പെരുമാറ്. നിന്റെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് കിട്ടിയെന്ന് വരും. പക്ഷെ ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച ആ തെറ്റിന് ഒരിക്കലും മാപ്പുണ്ടായിരിക്കില്ല.
വല്യമ്മ, ഇഷയുടെ കാര്യങ്ങളൊക്കെ വല്യമ്മയിലെ നോക്കിയിരുന്നത്. അപ്പോൾ ഇവള് കഴിക്കുന്ന മരുന്ന് ഏതാണെന്നും വല്യമ്മയ്ക്ക് അറിയായിരിക്കും. ആ പക്ഷെ ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ ചോദിക്കുന്നെന്ന് പറഞ്ഞാ എന്തു പറയും? അപ്പോ ഇഷയേട്ടത്തെ കല്യാണം കഴിച്ചു എന്ന് ചേട്ടന് പറയാൻ പറ്റുമോ? ഇഷയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ വല്യമ്മയോട് സത്യം പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.